ഹായ് 13th ഒക്ടോബർ തേർഡ് വീക്ക് അല്ല ഫസ്റ്റ് ട്രേഡിംഗ് സെക്ഷനാണ്. 50 മിനിറ്റ്സിന്റെ ക്യാൻഡിലും 3 മിനിറ്റ്സിന്റെ ക്യാൻഡിലാണ് നമ്മൾ ഫ്രണ്ടിലുള്ളത്. മാർക്കറ്റ് ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. എന്താ റീസൺസ് വെച്ചാൽ ട്രംപിന്റെ ചൈനയായിട്ടുള്ള താരിഫ് അനുസരിച്ചിട്ട് ഗ്ലോബലി മാർക്കറ്റ് ഒക്കെ ഡൗൺ ആയിരുന്നു. അപ്പോൾ അതിന്റെ ഒരു റീസൺ വെച്ചിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തത്. നമ്മളൊരു അപ് ട്രെൻഡിലോട്ടാണ് എൻട്രി എടുത്തത്. ഈ ഒരു റേഞ്ചിൽ നിന്ന് നമ്മൾ 50 മിനിറ്റ്സിന്റെ ക്യാൻഡിൽ ഈ റേഞ്ചിൽ കൺഫർമേഷൻ തോന്നുന്നു. അതുപോലെ ഇവിടെ 50 മിനിറ്റ്സിന്റെ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഒരു കൺഫർമേഷൻ ആയിരുന്നു. അങ്ങനെ ഈ ഒരു വിക്ക് റിജക്ഷൻ ആണ്, താഴോട്ട് പോകൂല എന്നുള്ള തരത്തിലാണ് നമ്മൾ എൻട്രി ഇവിടുന്ന് എക്സിക്യൂട്ട് ചെയ്തത്. 3 മിനിറ്റ്സിൽ അറൗണ്ട് നമ്മൾ പകുതിയോളം ഫില്ല് ചെയ്തു. ബട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് ചെയ്തത്. പിന്നെ അതുമല്ല നമ്മൾ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്ത് കളിക്കുകയാണുള്ളത് ഇപ്പോൾ നിലവിൽ. പിന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇല്ല. കാരണം കൺസോൾഡേറ്റ് ചെയ്യും, നാളെ എക്സ്പയറിങ് കൂടിയാണല്ലോ. അപ്പം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നതോളം നമുക്ക് റിസ്ക് കൂടുതലാണ്, പ്രീമിയം ഡീക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ പ്രീമിയത്തിന് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഹോൾഡ്, ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഹോൾഡ് ചെയ്യാനുള്ള പരിപാടി ഇല്ലേനും, എക്സിറ്റ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് സെറ്റപ്പ് കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ. കൂടുതലായിട്ട് ഉള്ള ട്രേഡിങ്ങിന്റെ നോളജ്, ട്രേഡിങ് എങ്ങനെ ചെയ്യാം, സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം, അതുപോലെ കൺസിസ്റ്റന്റ് ആവുക, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പേപ്പർ ട്രേഡിലൂടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് മന്ത് മുതലായിരിക്കും നമ്മൾ റിയൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ ശരി.